ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫയൽ സർവീസ് ആർക്കിടെക്ചർ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സർവീസ് ആർക്കിടെക്ചർ, അതിൽ മെയിൻലി 3 കമ്പോണൻസ് ആണുള്ളത്: ഫ്ലാറ്റ് ഫയൽ സർവീസ്, ഡയറക്ടറി സർവീസ്, ക്ലയൻറ്റ് മോഡ്യൂൾ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫയൽ സർവീസ് ആർക്കിടെക്ചറിൻ്റെ ഒരു ഫിഗറാണ്, ഇമ്പോർട്ടൻ്റ് ആയ ഫിഗറാണ്. അപ്പോൾ ഇവിടെ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ എന്തൊക്കെയുണ്ട്? ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളുണ്ട്, ക്ലയൻറ്റ് മോഡ്യൂളുണ്ട്, അതുപോലെ സെർവർ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഡയറക്ടറി സർവീസ് ഉണ്ട്, ഫ്ലാറ്റ് സർവീസുകളുണ്ട്, പലതരത്തിലുള്ള ഓപ്പറേഷൻസും ആട്രിബ്യൂട്ട്സുകളൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ. ഫ്ലാറ്റ് ഫയൽ സർവീസസ് ആൻഡ് ഡയറക്ടറി സർവീസസ്, ഇത് ക്ലയൻറ്റ് പ്രോഗ്രാംസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർഫേസിനെ എക്സ്പോർട്ട് ചെയ്യുന്നു, ഈ ഫ്ലാറ്റ് ഫയൽ സർവീസും ഡയറക്ടറി സർവീസും. അതുകൂടാതെ RPC ഇൻ്റർഫേസിൻ്റെ കൂടെ ഇത് ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഫയൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലയൻറ്റ് മോഡ്യൂൾ ഇതെന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഫയലിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ ലോക്കൽ ഫയൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് അതേ രീതിയിൽ റിമോട്ട് ലൊക്കേഷനിൽ ഇരിക്കുന്ന പ്രോഗ്രാംസുമായിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ്, അങ്ങനത്തെ ഒരു സിംഗിൾ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ആണ് ഈ ക്ലയൻറ്റ് മോഡ്യൂള് കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ മോഡ്യൂളിൻ്റെയും റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഫ്ലാറ്റ് ഫയൽ സർവീസ് ഇതെന്ന് പറയുന്നത് ഈ ഒരു ഫയൽ, ആ ഫയലിലെ കണ്ടൻറ്റ്, അതിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്, അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് കൺസേൺ ചെയ്യുന്നതാണ് ഫ്ലാറ്റ് ഫയൽ സർവീസ്. ഇനി ഒരു പർട്ടിക്കുലർ ഫയൽ, ആ ഫയലിൽ ഒരുപാട് റിക്വസ്റ്റുകൾ വന്നു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫയലിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ റിഫർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യൂണിക് ഫയൽ ഐഡൻറ്റിഫയേഴ്സ് ഉപയോഗിക്കാം. ഇനി യൂണിക് ഫയൽ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് ലോങ് സീക്വൻസ് ഓഫ് ബിറ്റ്സ് ആണ്. ഓരോ ഫയലിനും ഒരു യുണീക്ക് ഐഡി ഉണ്ടായിരിക്കും. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലുള്ള ഓരോ ഫയൽസിനും ഉണ്ടാവും. ആ യുണീക്ക് ഐഡിയുടെ പേരാണ് UFID, യുണീക്ക് ഫയൽ ഐഡൻറ്റിഫയേഴ്സ്. അപ്പം ഇവിടെ നിന്ന് പറയുമ്പോൾ ഒരു ഫ്ലാറ്റ് സർവീസിന് ഒരു റിക്വസ്റ്റ് കിട്ടുന്ന ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇതൊരു പുതിയ UFID ജനറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒരു UFID ആരാണോ റിക്വസ്റ്റ് ചെയ്തത്, ആ ഫയലിന് റിക്വസ്റ്റ് ചെയ്തത്, ആ റിക്വസ്റ്റ് ചെയ്ത റിക്വസ്റ്ററിന് ആ UFID റിട്ടേൺ ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ഡയറക്ടറി സർവീസ്. ഇതെന്ന് പറയുന്നത് ഒരു മാപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു ഫയലിൻ്റെ ടെക്സ്റ്റ് നെയിമും UFIDയും ആയിട്ട്. ക്ലയൻറ്റിന് ചിലപ്പം ആ ഫയലിൻ്റെ UFID ഒബ്റ്റെയിൻ ചെയ്യാം, അതിൻ്റെ ടെക്സ്റ്റ് നെയിം ഡയറക്ടറി സർവീസിലേക്ക് കോട്ട് ചെയ്യുന്നതിലൂടെ. ഈ ഡയറക്ടറി സർവീസുകൾ പിന്നെ പല ഫങ്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഡയറക്ടറീസിനെ ക്രിയേറ്റ് ചെയ്യുക, പുതിയ ഫയൽ നെയിംസ് ആഡ് ചെയ്യുക ഡയറക്ടറീസിലേക്ക്, അതുപോലെ ഡയറക്ടറീസിൽ നിന്നും UFIDസിനെ ഒബ്റ്റെയിൻ ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് ഓഫ് ഫ്ലാറ്റ് ഫയൽ സർവീസ് ആണ്. ഇതിൻ്റെ ഡയറക്ടറി ഫയൽസ് എല്ലാം ഫ്ലാറ്റ് ഫയൽ സർവീസിൻ്റെ ഫയൽസിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടറി എന്ന് പറയുന്നത് മറ്റ് ഡയറക്ടറിയിലേക്കുള്ള റിഫറൻസ് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഹൈറാർക്കിക് സ്കീം. നെക്സ്റ്റ് ഈസ് ക്ലയൻറ്റ് മോഡ്യൂൾ. ഇനി ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കാം അല്ലേ. ഓരോ കമ്പ്യൂട്ടറിലും ഈ ക്ലയൻറ്റ് മോഡ്യൂൾ ഉണ്ട്. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫ്ലാറ്റ് ഫയലിൻ്റെയും ഡയറക്ടറി സർവീസിൻ്റെയും ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു ഒരു സിംഗിൾ API ഫോമിൽ. ഇത് യൂസർ ലെവൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു യുണിക്സ് ആയിട്ടുള്ള ഹോസ്റ്റ് ഉണ്ട്. ഒരു ക്ലയൻറ്റ് മോഡ്യൂള് ഫുൾ സെറ്റ് ഓഫ് യുണിക്സ് ഓപ്പറേഷൻസിനെ എമുലേറ്റ് ചെയ്യുന്നു. യുണിക്സ് മൾട്ടിപാർട്ട് ഫയൽ നെയിംസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു ഈ ഡയറക്ടറി സർവീസിലുള്ള ഐറ്ററേറ്റീവ് ആയിട്ടുള്ള റിക്വസ്റ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ ക്ലയൻറ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് അതായത് ഈ ഫ്ലാറ്റ് ഫയൽ സെർവറും ഡയറക്ടറി സെർവർ പ്രോസസ്സുകളും അവയുടെ നെറ്റ്വർക്ക് ലൊക്കേഷൻസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് ബെറ്റർ പെർഫോമൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കെഷെ ഉപയോഗിച്ചിട്ടുണ്ട് ക്ലയൻറ്റ് സൈഡിൽ. കെഷെ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ക്ലയൻറ്റ് സൈഡിൽ റീസെൻ്റ്ലി ഉപയോഗിച്ചിരിക്കുന്ന ഫയൽ ബ്ലോക്സ് അത് ഉപയോഗിക്കുന്നു. അങ്ങനെ ബെറ്റർ പെർഫോമൻസ് അച്ചീവ് ചെയ്യുന്നു. ഫ്ലാറ്റ് ഫയൽ സർവീസ് ഇൻ്റർഫേസ് ഇതെന്ന് പറയുന്നൊരു RPC ഇൻ്റർഫേസ് ആണ് ക്ലയൻറ്റ് മോഡ്യൂൾസ് ഉപയോഗിക്കുന്നത്. ഇത് യൂസറൽ പ്രോഗ്രാംസും ഡയറക്റ്റ്ലി ഉപയോഗിക്കത്തൊന്നുമില്ല. ഇവിടെ ഒരു ടേം ഉണ്ട്, ഫീൽഡ് എന്ന് പറയുന്നത്.
ഇത് ഇൻവാലിഡ് ആയിട്ട് സെറ്റ് ആകുന്നത് ഇപ്പോൾ സെർവറിൻ്റെ അകത്ത് ആ പർട്ടിക്കുലർ ഫയൽ ഇല്ലെങ്കിൽ ആ ഫയലിലേക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ നേരത്ത് ആ പർട്ടിക്കുലർ ക്ലയൻറ്റിന് ആ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള ആക്സസ് പെർമിഷൻ ഇല്ല. അങ്ങനെ വരുമ്പോഴും ഫീൽഡ് ഇൻവാലിഡ് ആകും. അപ്പം എല്ലാ ഫങ്ഷൻസും ഈ ക്രിയേറ്റ് ത്രൂ എക്സെപ്ഷൻസ് ഉപയോഗിച്ച് അല്ലാതെ എല്ലാ ഫങ്ഷൻസും ഇഫ് ദ ഫീൽഡ് കണ്ടെയ്ൻ invalid UFID or the user doesn't have a access right. അപ്പം എല്ലാ ഫങ്ഷൻസും എക്സെപ്ഷൻസ് ക്രിയേറ്റ് അല്ലെങ്കിൽ ത്രോ ചെയ്യും ഈ ഫീൽഡിൻ്റെ അകത്ത് ഇൻവാലിഡ് ആയിട്ടുള്ള UFID ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസേഴ്സിന് ആക്സസ് റൈറ്റ്സ് ഇല്ല എങ്കിൽ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. റീഡ് ആൻഡ് റൈറ്റ് ഫയൽസിനെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്ന. ഇവിടെ എന്ന് പറയുന്നൊരു വേരിയബിൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ഫയലിൻ്റെ ഒരു പർട്ടിക്കുലർ പൊസിഷനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. റീഡ് ഇതെന്ന് പറയുമ്പം ഒരു സ്പെസിഫൈഡ് ഫയൽ, ഇപ്പോൾ ഇതെന്ന് പറയുമ്പം ഒരു സ്പെസിഫൈഡ് ഫയൽ ഉള്ള ഒരു ഐറ്റം ഐയിൽ തുടങ്ങുന്ന എൻ ഡേറ്റ ഐറ്റംസ്. ഇപ്പോൾ എന്താണ് ഒരു റീഡ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫയൽ, അതിൽ എൻ ഡേറ്റ ഐറ്റംസ് റീഡ് ചെയ്യണം. എന്ന് പറയുന്ന ലൊക്കേഷനിൽ തുടങ്ങുന്ന ഒരു സീക്വൻസ് ഓഫ് എൻ ഡേറ്റ ഐറ്റംസിൻ്റെ സീക്വൻസിനെ കോപ്പി ചെയ്യുന്നു ഡേറ്റയിലേക്ക്, ഇതിനെ ക്ലയൻറ്റിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. അതാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? കോപ്പീസ് ദ സീക്വൻസ് ഓഫ് എൻ ഡേറ്റ ഐറ്റംസ് ബിഗിനിങ് അറ്റ് ഐറ്റം ഐ ഫ്രം സ്പെസിഫൈഡ് ഫയൽ ഇൻ ടു ഡേറ്റ വിച്ച് ഈസ് ദെൻ റിട്ടേൺ ടു ദ ക്ലയൻറ്റ്. അതായത് ഒരു സ്പെസിഫൈഡ് ഫയലിലുള്ള ഒരു സീക്വൻസ് ഓഫ് എൻ ഡേറ്റ ഐറ്റംസ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിന്ന് തുടങ്ങുന്ന അത്രയും ഡേറ്റ ഐറ്റംസിനെ കോപ്പി ചെയ്ത് അതിനെ ഒരു സ്പെസിഫൈഡ് ഫയലിലേക്ക് നിന്നും അതിനെ ഒരു ഡേറ്റയിലേക്ക് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഇത് ക്ലയൻറ്റിലേക്ക് കൊടുക്കുന്നു. റൈറ്റ് അതെന്താ ചെയ്യുന്നത്? ഇതെന്ന് പറയുന്നത് ഡേറ്റയിലുള്ള സീക്വൻസ് ഓഫ് ഡേറ്റ ഐറ്റംസിനെ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫയലിൻ്റെ ബിഗിനിങ്ങിൽ ഐറ്റം ഐ എന്ന് പറഞ്ഞ ലൊക്കേഷൻ തുടങ്ങുന്ന അവിടെ ഇത് കോപ്പി ചെയ്യുന്നു. ഇത് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയലിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള കണ്ടൻസിനെ റീപ്ലേസ് ചെയ്യാം അത് കറസ്പോണ്ടിങ് പൊസിഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഫയലിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ ഫയൽ ഓൾറെഡി ഉള്ള കണ്ടൻറ്റ് മാറ്റിയിട്ട് അതിലേക്ക് വേറൊരു കണ്ടൻറ്റ് ആഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് ക്രിയേറ്റ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു പുതിയ empty ഫയലിനെ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നു, എന്നിട്ട് UFIDനെ റിട്ടേൺ ചെയ്യുന്നു, ദാറ്റ് ഈസ് ജനറേറ്റഡ്. ഡിലീറ്റ് ഫയലിനെ റിമൂവ് ചെയ്യുന്നു. ഗെറ്റ് ആട്രിബ്യൂട്ട് സെറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പം ഇത് ഒരു ഫയലിലെ ആട്രിബ്യൂട്ട്സിനെ ക്ലയൻറ്റിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനേബിൾ ചെയ്യുന്നു. ഗെറ്റ് ആട്രിബ്യൂട്ട് ഇതെന്ന് പറയുന്നത് ഏത് ക്ലയൻറ്റിനും ഇത് അവൈലബിൾ ആണ്, ഇത് വായിക്കാൻ പറ്റുന്ന ഏത് ക്ലയൻറ്റിനും ഇത് അവൈലബിൾ ആണ്. സെറ്റ് ആട്രിബ്യൂട്ട് ഇതെന്ന് പറയുന്നത് റിസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് ടു യൂസ് ബൈ ദ ഡയറക്ടറി സർവീസ്. ഡയറക്ടറി സർവീസ് ഇത് യൂസ് ചെയ്യാൻ റിസ്ട്രിക്റ്റഡ് ആണ്. ദാറ്റ് പ്രൊവൈഡ് ആക്സസ് ടു ഫയൽ. ലെന്ത് ആൻഡ് ടൈം സ്റ്റാമ്പ് ഫീൽഡ് അതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റുകയില്ല. ഇത് ഫ്ലാറ്റ് ഫയൽ സർവീസുകൾ സെപ്പറേറ്റ്ലി ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഈ സെറ്റ് ആട്രിബ്യൂട്ട് എന്തായിരുന്നു? സെറ്റ് ആട്രിബ്യൂട്ട് ഡയറക്ടറി സർവീസ് മാത്രമേ അതിനെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അത് ആ ഫയലിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യുക. ഫയൽ ആക്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ഡയറക്ടറി സർവീസ്. ഈ ഡയറക്ടറി സർവീസിന് മാത്രമേ സെറ്റ് ആട്രിബ്യൂട്ട്സിനെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തത്, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത് നമുക്ക് യൂണിക്സ് സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്യാം അല്ലേ. അപ്പം ഇത്തരത്തിലുള്ള ഇൻ്റർഫേസുകളും യൂണിക്സ് ഫയൽ സിസ്റ്റംസും ഫയൽ സിസ്റ്റം പ്രിമിറ്റീവ്സും ഫങ്ഷണലി ഇക്വിവാലൻ്റ് എന്ന് പറയാം. ഈ ഫ്ലാറ്റ് ഫയൽ സർവീസുകൾക്ക് ഓപ്പൺ ആൻഡ് ക്ലോസ് ഓപ്പറേഷൻസ് ഒന്നുമില്ല. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള UFID കോട്ട് ചെയ്തുകൊണ്ട് ഫയൽസിനൊക്കെ ഇമ്മീഡിയറ്റ്ലി ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. റീഡ് ആൻഡ് റൈറ്റ് കോൾസിൻ്റെ അകത്ത് പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് ഒരു ഫയലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. എന്നാൽ യുണിക്സിന് അതില്ല. ഒരു യുണിക്സിൻ്റെ അകത്ത് ഓരോ റീഡ് ആൻഡ് റൈറ്റ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കറണ്ട് പൊസിഷൻ ഓഫ് ദി റീഡ് റൈറ്റ് പോയിന്ററിലാണ്. ഈ പോയിന്റർ എന്ന് പറയുന്നത് അഡ്വാൻസ് ചെയ്തിരിക്കുന്നു.
ബൈ ദി നമ്പർ ഓഫ് ബൈറ്റ്സ് ട്രാൻസ്ഫേർഡ് ആഫ്റ്റർ ഈച്ച് റീഡ് ഓർ റൈറ്റ്. ഓരോ പ്രാവശ്യം റീഡും റൈറ്റും ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് ബൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു അതിനനുസരിച്ച് പോയിന്റർ മാറിക്കൊണ്ടിരിക്കും. ലൊക്കേഷൻ ഇച്ചിരി കൂടെ കയറി വരും. സീക്ക് ഓപ്പറേഷൻ ഇതെന്ന് പറയുന്നത് റീഡ് ഓർ റൈറ്റ് പോയിന്റർ എനേബിൾ ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു ടു ബി എക്സ്പ്ലിസിറ്റ്ലി റീപൊസിഷൻഡ്. അപ്പോൾ ഈ ഫോൾട്ട് ടോളറൻസിന്റെ കാര്യത്തിൽ യുണിക്സുമായിട്ട് ഫ്ലാറ്റ് ഫയൽ സർവീസുകൾ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. കാരണം റിപ്പീറ്റബിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഉള്ളതുകൊണ്ട്. അപ്പം ക്രിയേറ്റ് ഓപ്പറേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ഓപ്പറേഷൻസും ഐഡംപൊട്ടൻ്റ് ആണ്. കാരണം ഇത് അറ്റ്ലീസ്റ്റ് വൺ സെമാൻറ്റിക്സ് ഇത് ഉപയോഗിക്കാൻ അലൗ ചെയ്യുന്നു. അപ്പോൾ ഈ ക്ലയൻറ്റിന് ചിലപ്പം റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കും ഈ ക്ലയൻറ്റ്. ഇപ്പം അതിന് ഒരു റിപ്ലൈയും കിട്ടിയില്ലെങ്കിൽ. അപ്പം ഈ ക്രിയേറ്റ് എന്ന് പറയുന്ന ഇതൊക്കെ എക്സിക്യൂഷൻ ചെയ്യുന്ന റിപ്പീറ്റ് ആയിട്ട് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷനൊക്കെ എക്സിക്യൂട്ട് ചെയ്താൽ എന്ത് പറ്റും? ഓരോ കോൾ ചെയ്യാൻ നേരത്തും പുതിയ ഫയൽസുകൾ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും ഇല്ലേ? സ്റ്റേറ്റ്ലെസ് സർവേഴ്സ്. അപ്പം ഈ സർവീസുകളൊക്കെ ഒരു ക്രാഷ് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എളുപ്പത്തിൽ. ഇവിടെ ക്ലയൻറ്റോ സെർവറോ അതിൻ്റെ സ്റ്റേറ്റ് റീസ്റ്റോർ ചെയ്യാതെ തന്നെ ക്രാഷ് നടന്നു കഴിഞ്ഞാൽ സർവീസുകൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. യുണിക്സ് ഫയൽ ഓപ്പറേഷൻസ് ഐഡംപൊട്ടൻ്റ് ആകാം അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആവാം ഫോർ എ സ്റ്റേറ്റ്ലെസ് ഇംപ്ലിമെൻറ്റേഷൻ. അടുത്തതാണ് റീഡ് റൈറ്റ് പോയിന്റർ. ഇതെന്ന് പറയുന്നത് ഒരു യുണിക്സ് ഫയൽ സിസ്റ്റമാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് റിറ്റൈൻഡ് ചെയ്യുമ്പോൾ ടുഗദർ വിത്ത് ദ റിസൾട്ട്സ് ഓഫ് ആക്സസ് കൺട്രോൾ ചെക്ക് അണ്ടിൽ ദ ഫയൽ ഈസ് ക്ലോസ്ഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഈ റീഡ് റൈറ്റ് പോയിന്റർ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു യുണിക്സ് ഫയൽ സിസ്റ്റംസ് ഒരു റീഡ് റൈറ്റ് പോയിന്റർ ജനറേറ്റ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്? ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം അല്ലെങ്കിൽ അതിൻ്റെ ആക്സസ് കൺട്രോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പം അതുപോലെ ആ ഫയൽ നമ്മൾ ക്ലോസ് ചെയ്യുന്ന വരെയുള്ള എല്ലാ ഓപ്പറേഷൻ സമയത്തും ഈ റീഡ് റൈറ്റ് പോയിന്റർ യുണിക്സ് ഫയൽ സിസ്റ്റംസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യുണിക്സിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഐഡംപൊട്ടൻ്റ് അല്ല. കാരണം ഒരു ഓപ്പറേഷൻ ആക്സിഡൻ്റലി റിപ്പീറ്റ് ആയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് റീഡ് റൈറ്റ് പോയിന്റർ അഡ്വാൻസ് ആയാൽ എന്ന് പറയുമ്പം ഇപ്പം ഉണ്ടല്ലോ ഇപ്പോൾ ഒരു 1 2 3 എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഒരു അറിയാമെന്ന് വിചാരിക്കാം. അപ്പം ഇപ്പോൾ പോയിന്റർ ഒരു ഫസ്റ്റ് എന്ന് പറയുന്ന ലൊക്കേഷനെ പോയിന്റ് ചെയ്യുന്നു. പിന്നെ അടുത്ത എക്സിക്യൂട്ട് ചെയ്യുന്നത് സെക്കൻഡ് എന്ന് പറഞ്ഞ പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ ഇവരവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ റിപ്പീറ്റ് ആയിട്ട് കോൾ വരാൻ നേരത്തെ അവർ ഈ പോയിന്ററും അതിനനുസരിച്ച് ഇൻക്രിമെൻ്റ് ആകുവാണെങ്കിൽ വേറെ വല്ല പൊസിഷനും പോയി പോയിന്റ് ചെയ്യത്തില്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം 1ൽ നിൽക്കുവാണ്, 1ലുള്ള വാല്യൂനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പിന്നെ റിപ്പീറ്റ് ആയിട്ട് ക്ലയൻറ്റ് അതേ സാധനത്ത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലതും കോൾ ചെയ്യുമ്പം ഈ റിപ്പീറ്റർ ഓരോ പ്രാവശ്യം കോൾ ചെയ്യുമ്പോഴും ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യാമെന്നും പറഞ്ഞിരിക്കുവാണെങ്കിൽ വേറെ പൊസിഷനിലായിരിക്കും ചിലപ്പോൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഒരു യുണിക്സ് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് ഐഡംപൊട്ടൻ്റ് അല്ല. ഇവിടെ ഓപ്പറേഷൻസ് ആക്സിഡൻ്റലി റിപ്പീറ്റഡ് ആയാൽ ഓട്ടോമാറ്റിക് അഡ്വാൻസ് ഓഫ് റീഡ് റൈറ്റ് പോയിന്റർ നടക്കുന്നു. ഇത് കാരണം റിപ്പീറ്റഡ് ഓപ്പറേഷൻസ് നടന്നാൽ ഡിഫറെൻറ്റ് പോർഷൻസ് ഓഫ് ഫയൽസ് ആക്സസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഈ റീഡ് റൈറ്റ് പോയിന്റർ എന്ന് പറയുന്നത് ഹിഡൻ ആയിട്ടുള്ള ക്ലയൻറ്റ് റിലേറ്റഡ് സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫയൽ സെർവറിൽ മിമിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ആൻഡ് ക്ലോസ് ഓപ്പറേഷൻസ് ഇവിടെ ആവശ്യമുണ്ട്. റീഡ് റൈറ്റ് പോയിന്റേഴ്സ് വാല്യൂ ഹാവ് ടു ബി റിറ്റൈൻഡ് ബൈ സെർവർ ആസ് ലോങ് ആസ് ദ റിലവൻറ്റ് ഫയൽ ഈസ് ഓപ്പൺ. അതായത് ഈ സെർവർ റീഡ് ആൻഡ് റൈറ്റ് പോയിന്റേഴ്സിൻ്റെ വാല്യൂ റിട്ടൈൻ ചെയ്യണം റിലവൻ്റ് ആയിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്യുന്ന കണ്ടീഷൻ വരെ. അപ്പോൾ ഈ റീഡ് റൈറ്റ് പോയിന്ററിനെ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫയൽ സെർവറിനെ ഉപയോഗിക്കുന്നതിൻ്റെ നീഡും എലിമിനേറ്റ് ചെയ്യേണ്ടി വരുന്നു. ടു റിട്ടൈൻ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ബിഹാഫ് ഓഫ് സ്പെസിഫിക് ക്ലയൻറ്റ്സ്. അപ്പോൾ എന്താണ് റീഡ് റൈറ്റ് പോയിന്ററിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോസ്റ്റ് ഓഫ് ദി നീഡ് ഓഫ് ഫയൽ സെർവറിനെ എലിമിനേറ്റ് ചെയ്തു. ടു റിട്ടൈൻ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓൺ ബിഹാഫ് ഓഫ് സ്പെസിഫിക് ക്ലയൻറ്റ്സ്.
ആക്സസ് കൺട്രോൾ. അപ്പം ഒരു ഓപ്പൺ കോൾ ഉപയോഗിച്ചിട്ട് ഒരു പർട്ടിക്കുലർ ഫയലിനെ ഓപ്പൺ ചെയ്യാൻ നേരത്ത് യുണിക്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? യുണിക്സ് അതിൻ്റെ ആക്സസ് റൈറ്റ് ചെക്ക് ചെയ്യുന്നു. ഇന്ന ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഇന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്ലയൻറ്റ് എന്താണ് പെർമിഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് യൂസർ ഐഡൻറ്റിറ്റി അവിടെ നിന്ന് റിട്രീവ് ചെയ്തിരുന്നു. ഇത് റിട്ടേൺ ചെയ്യുന്നു അണ്ടിൽ ക്ലോസ് ഓപ്പറേഷൻ. അപ്പം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഓപ്പൺ ഓപ്പറേഷൻ ചെയ്ത് അപ്പം അത് ക്ലോസ് ആകുന്നത് വരെ നമ്മൾ ഓൾറെഡി ആ യൂസറിൻ്റെ എന്തൊക്കെ ആക്സസ് പ്രിവിലേജ് എന്തൊക്കെ ചെക്ക് ചെയ്തല്ലോ. അപ്പോൾ എപ്പോഴും റീഡും റൈറ്റും ചെയ്യാൻ നേരത്ത് ഇതിനൊക്കെ പെർമിഷൻ ഉണ്ടോ ഈ പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യണമെന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഫയൽ സിസ്റ്റം എൻവയോൺമെൻറ്റിൽ സെർവർ സൈഡിലാണ് ആക്സസ് റൈറ്റ് ചെക്സ് ഒക്കെ ചെയ്യുന്നത്. സെർവറിൽ RPC ഇൻ്റർഫേസ് ഉള്ളതുകൊണ്ട് ഇനി UID ഹാസ് ടു ബി പാസ്ഡ് വിത്ത് ഈച്ച് റിക്വസ്റ്റ്. ഓരോ റിക്വസ്റ്റ് എടുക്കുമ്പോഴും UID പാസ് ചെയ്യുന്നുണ്ട്. ഈ സെർവറിന് പക്ഷേ ഈ ഐഡൻറ്റിറ്റീസ് ഫോർഗോട്ട് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ആക്സസ് റൈറ്റ്സിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സെർവറിൽ റിട്ടേൺഡ് ആകുമ്പോൾ ഇത് സ്റ്റേറ്റ്ലെസ് ആകാതിരിക്കുന്നു. അപ്പോൾ ഇതിന് 2 അപ്രോച്ചസ് എടുക്കാം. 2 stateless approaches. Access check is made whenever a file name is converted to UFID. ഒരു ഫയലിൻ്റെ പേരിനെ UFIDയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ആക്സസ് ചെക്ക് ഉപയോഗിക്കാം. അപ്പം ക്ലയൻറ്റിന് റിസൾട്ട്സിന് കിട്ടുന്നു ഇൻ ദ ഫോം ഓഫ് കേപ്പബിലിറ്റി. അതായത് ആർക്കൊക്കെ അതുപോലെ എന്തൊക്കെ ആക്സസ് ചെയ്യാമെന്ന്. ഈ കേപ്പബിലിറ്റിയെ ഓരോ സബ്സിക്വൻറ്റ് റിക്വസ്റ്റിൻ്റെയും കൂടെ സബ്മിറ്റ് ചെയ്യപ്പെടുന്നു. മറ്റൊരു അപ്രോച്ചാണ് ആക്സസ് ചെക്ക് ഫോർ ഈച്ച് റിക്വസ്റ്റ് യൂസിങ് UID. ഇവിടെ ഓരോ ക്ലയൻറ്റ് റിക്വസ്റ്റിൻ്റെ കൂടെയും ഒരു UIDയും കൂടെ സബ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ ആക്സസ് ചെക്സ് പെർഫോം ചെയ്യുന്നു സെർവർ ഫോർ എവറി ഫയൽ ഓപ്പറേഷൻ. അപ്പോൾ സെക്കൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് അത് മോർ കോമൺ ആണ്. NFSലും AFSലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ സെർവർ ഐഡൻറ്റിറ്റീസ് ഫോർഗോട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു സെക്യൂരിറ്റി പ്രോബ്ലം ഇല്ലേ, അത് ഓവർകം ചെയ്യുന്നില്ല ഇതൊന്നും. പക്ഷേ ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചിട്ട്. കീർബ്രോസ് ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ പഠിക്കുന്ന ഒരു ടൈമാണ് കീർബ്രോസ്. ഇതെന്ന് പറയുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒത്തൻറ്റിക്കേഷൻ സ്കീമാണ്. ഇത് NFSലും AFSലൊക്കെ അപ്ലൈ ചെയ്തിട്ടുമുണ്ട്. അടുത്തതാണ് ഡയറക്ടറി സർവീസ് ഇൻ്റർഫേസ്. ഇതെന്ന് പറയുന്നത് ടെക്സ്റ്റ് നെയിമിനെ UFIDയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ട് ഒരു ഡയറക്ടറി ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഫയലിൻ്റെ ടെക്സ്റ്റ് നെയിംസും UFIDസും തമ്മിൽ മാപ്പിംഗ് ചെയ്യുന്നു. ഓരോ ഡയറക്ടറീസും സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു കൺവെൻഷണൽ ഫയലിൻ്റെ ഫോമിലാണ്. പരമ്പരാഗതമായി നമ്മൾ ഫയൽ സ്റ്റോർ ചെയ്തില്ലേ, ആ കൺവെൻഷണൽ ആയിട്ടുള്ള ഫയലിൻ്റെ രൂപത്തിലാണ് ഓരോ ഡയറക്ടറിയും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിനോരോന്നും ഒരു UFIDയും ഉണ്ട്. അപ്പോൾ ഡയറക്ടറി സർവീസ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് ഓഫ് ഫയൽ സർവീസ് എന്ന് പറയാം. ഒരു RPC ഇൻ്റർഫേസ് ഉപയോഗിക്കുന്നുണ്ട് ടു ഡയറക്ടറി. അതാണ് ഇൻഡിവിജ്വൽ ഡയറക്ടറീസിൽ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഓപ്പറേഷൻസിനും ഇപ്പം ഒരു ഫയലിന് ഒരു UFID ഉണ്ടാവും. ആ ഫയൽ ഒരു ഡയറക്ടറിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു DIR എന്ന പാരാമീറ്റർ ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ ഡയറക്ടറി സർവീസ് ഇൻ്റർഫേസിലുള്ള ബാക്കിയുള്ള കുറച്ച് ഫങ്ഷൻസ് അല്ലെങ്കിൽ ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് ലുക്കപ്പ്. ഇതെന്ന് പറയുന്നത് പെർഫോംസ് എ സിംഗിൾ നെയിം UFID ട്രാൻസ്ലേഷൻ പെർഫോം ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് മറ്റ് സർവീസുകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്ന ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ്. ക്ലയൻറ്റ് മോഡ്യൂളിൽ ഇത് മോർ കോംപ്ലക്സ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻസ് പെർഫോം ചെയ്യുന്നു. അതായത് ഹൈറാർക്കിക് ആയിട്ടുള്ള നെയിം ഇൻ്റർപ്രിട്ടേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ആൾട്ടറിങ് ഡയറക്ടറീസിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. അതായത് ആഡ് നെയിം, UN നെയിം പോലത്തേക്ക്. അപ്പം ഡയറക്ടറീസിനെ ഓൾട്ടർ ചെയ്യാനുള്ള ഓപ്പറേഷൻസോ അതൊക്കെ എന്താണ്? ആഡ് നെയിമോ അതെന്താണ്? ഇതെന്ന് പറയുന്നത്
ഒരു ഡയറക്ടറീസിലൊക്കെ എൻട്രീസിനെ ആഡ് ചെയ്യുന്നു. ഫയൽ ആട്രിബ്യൂട്ടിലെ കൗണ്ട് ഫീൽഡിന്റെ റിഫറൻസിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. UN നെയിം ഡയറക്ടറിയിലുള്ള ഒരു എൻട്രിയെ റിമൂവ് ചെയ്യുന്നു. റിഫറൻസ് കൗണ്ടിനെ ഡിക്രിമെന്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു റിഫറൻസ് കൗണ്ട് 0 ആയാൽ ആ ഫയൽ റിമൂവ് ചെയ്യുന്നു. ഗെറ്റ് നെയിം ഇത് ക്ലയന്റിനെ എനേബിൾ ചെയ്യുന്നു ഡയറക്ടറീസിലുള്ള കണ്ടന്റ്സിനെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഫയൽ നെയിംസിൽ പാറ്റേൺ മാച്ചിങ് ഓപ്പറേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഗിവൺ ഡയറക്ടറീസിലുള്ള എല്ലാ നെയിംസിൻ്റെ സബ്സെറ്റ് അല്ലെങ്കിൽ എല്ലാത്തിനെയും റിട്ടേൺ ചെയ്യുന്നു. അതായത് പർട്ടിക്കുലർ നെയിം കുറേ സെറ്റ് ഓഫ് നെയിംസ് അല്ലെങ്കിൽ ആ സബ്സെറ്റ് ഓഫ് നെയിംസിനെ നമ്മുടെ ഡയറക്ടറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നവയായിരിക്കും അവയെ റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ ക്ലയൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റെഗുലർ എക്സ്പ്രഷൻസിൻ്റെ ബേസിൽ പാറ്റേൺ മാച്ചിങ് ചെയ്തിട്ടാണ് ഈ നെയിംസിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പാറ്റേൺ മാച്ചിങ് ചെയ്യുന്നതിലൂടെ യൂസേഴ്സിനെ ഇത് എനേബിൾ ചെയ്യുന്നു ഒന്നതിൽ കൂടുതൽ ഫയൽസിൻ്റെ നെയിംസിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഒരു നെയിമിൻ്റെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഓഫ് ദി ക്യാരക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ഹൈറാർക്കിക്കൽ ഫയൽ സിസ്റ്റം. അതിലുള്ളതാണ് ഡയറക്ടറി ട്രീ. അപ്പോൾ ഇവിടെ ഡയറക്ടറീസ് ഒക്കെ ഒരു ട്രീയുടെ സ്ട്രക്ചറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ ഡയറക്ടറിക്കും ഒരു സ്പെഷ്യൽ ഫയലുണ്ട്. ഇതെന്ന് പറയുന്നത് ഫയലിൻ്റെ നെയിമിനെ ഹോൾഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റ് ഡയറക്ടറീസിന് അതുപോലെ മറ്റ് ഡയറക്ടറീസിൻ്റെ നെയിംസിനെയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ആക്സസിബിൾ ഫ്രം ഇറ്റ്. അപ്പോൾ എന്താ പറയുന്നത്, ഓരോ ഡയറക്ടറി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫയലാണ്. ഇതിൻ്റെ അകത്ത് ഫയലിൻ്റെ പേരും മറ്റ് ഡയറക്ടറീസും ഉണ്ട്. അത് ഈ പറയുന്ന ഡയറക്ടറിയിലൂടെ ആക്സസിബിൾ ആണ്. പാത്ത് നെയിം ഇതെന്ന് പറയുന്നൊരു ഫയൽ അല്ലെങ്കിൽ ഡയറക്ടറിയിലുള്ള റെഫറൻസ് ആണ്. മൾട്ടി പാത്ത് നെയിം എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ട്രീയിലുള്ള പാത്തിലൂടെ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കാണിച്ച എക്സാമ്പിളില്ല ഇതുപോലെ. ഇനി റൂട്ട് ഇത് ഈ എക്സാമ്പിൾ പോലെ. അടുത്ത റൂട്ടിന് ഒരു ഡിസ്റ്റിങ്വിഷ് നെയിം ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ഫയലിനും ഓരോ ഡയറക്ടറീസിനും ആ ഒരു ഡയറക്ടറിയിൽ ഒരു നെയിം ഉണ്ടായിരിക്കും. യുണിക്സിൻ്റെ അകത്ത് ഫയൽസിൻ്റെ പല നെയിമുകളുണ്ടായിരിക്കും. അതുപോലെ അത് ഒന്നെങ്കിൽ സെയിം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡയറക്ടറീസിലും ആയിരിക്കും. ഇനി ഒരു ലിങ്ക് ഓപ്പറേഷൻ അതെന്താണ്? ഇതെന്ന് പറയുന്നത് ഒരു ഫയൽ ഒരു പുതിയ നെയിമിനെ ആഡ് ചെയ്യുന്നു ടു എ സ്പെസിഫൈഡ് ഡയറക്ടറി. ഇപ്പോൾ ഹൈറാർക്കിക്കൽ ഫയൽ സിസ്റ്റത്തിൽ ഇവിടെ ഒരു യുണിക്സ് ലൈക്ക് ഫയൽ നെയിമിംഗ് സിസ്റ്റം അത് നമുക്ക് ക്ലയൻറ്റ് മോഡ്യൂളിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും യൂസിങ് ദ ഫ്ലാറ്റ് ഫയൽ ആൻഡ് ഡയറക്ടറി സർവീസ്. അപ്പോൾ ഇവിടെ ഒരു ഡയറക്ടറീസിൻ്റെ ഒരു ട്രീ സ്ട്രക്ചേർഡ് നെറ്റ്വർക്ക് ഉണ്ട്. അത് ഈ ലീവ്സിൽ ഫയല്, അതുപോലെ ട്രീയുടെ മറ്റു നോഡുകളിലെ ഡയറക്ടറീസ് എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഡയറക്ടറീസിൻ്റെ ഒരു ട്രീ സ്ട്രക്ചർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രീയുടെ റൂട്ട് എന്ന് പറയുന്നത് ഒരു ഡയറക്ടറിയാണ് വിത്ത് എ വെൽ നോൺ UFID. അപ്പം ആഡ് നെയിം എന്ന ഓപ്പറേഷൻ ഉപയോഗിച്ച് ഫയൽസിൻ്റെ മൾട്ടിപ്പിൾ നെയിംസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ റിഫറൻസ് കൗണ്ട് ഫീൽഡ് ഇൻ ദ ആട്രിബ്യൂട്ട് റെക്കോർഡ്. ക്ലയൻറ്റ് മോഡ്യൂളിന് ഫങ്ഷൻസ് ഉപയോഗിക്കാം. അത് ഒരു പർട്ടിക്കുലർ ഫയലിൻ്റെ UFID ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്ത് നെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലയൻറ്റ് മോഡിൽ can use a function that gets the UFID of a file give its path name. ഇപ്പോൾ ഒരു പാത്ത് നെയിം കൊടുക്കുമ്പോൾ പർട്ടിക്കുലർ ഫയലിൻ്റെ UFID കിട്ടാനുള്ള ഫങ്ഷൻസ് ഈ ക്ലയൻറ്റ് മോഡ്യൂളിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഫങ്ഷൻ ഈ ഒരു പാത്ത് നെയിം നമ്മൾ കൊടുത്തല്ലോ, ആ പാത്ത് നെയിം റൂട്ടിൽ നിന്ന് തുടങ്ങുന്ന പാത്ത് നെയിം ഉണ്ടല്ലോ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു യൂസിങ് എ മൾട്ടിപ്പിൾ ലുക്കപ്പ്. എന്നിട്ട് ആ പാത്തിലുള്ള ഓരോ ഡയറക്ടറിയുടെയും UFID ഒബ്റ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഹൈറാർക്കിക്കൽ സർവീസിൽ ഫയൽ ആട്രിബ്യൂട്ട്സിൻ്റെ അകത്ത് കുറേ ടൈപ്പ് ഫീൽഡ് ഉണ്ടാവും. അത് ഓർഡിനറി ഫയൽസിനെയും ഡയറക്ടറി ഫയൽസിനും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നു. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ when this is used when following a path to ensure that each part of the name except the last refer to a directory.
അപ്പം ഇത് ഉപയോഗിക്കുമ്പം ഇവിടെ ചെയ്യുന്ന വെച്ചാൽ ഈ പാത്ത് ഫോളോ ചെയ്യുന്നു, ഇത് എൻഷുർ ചെയ്യുന്നു. ഇപ്പം പറഞ്ഞ ആ നെയിം അത് ലാസ്റ്റ് അല്ലെങ്കിൽ അത് ഡയറക്ടറി റിഫർ ചെയ്യുന്ന ആ നെയിമിനെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ദിസ് ഈസ് യൂസ്ഡ് വെൻ ഫോളോയിങ് എ പാത്ത് ടു എൻഷുർ ദാറ്റ് ഈച്ച് പാർട്ട് ഓഫ് ദി നെയിം എക്സെപ്റ്റ് ദി ലാസ്റ്റ് റിഫേഴ്സ് ടു എ ഡയറക്ടറി. ഫയൽ ഗ്രൂപ്പ്സ്, ഗ്രൂപ്പ് പേര് തന്നെ ഉണ്ടല്ലോ, എന്തിൻ്റെങ്കിലും കളക്ഷൻ ആയിരിക്കും. അപ്പോൾ ഫയൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഫയലിൻ്റെ കളക്ഷൻ ആണല്ലേ. അപ്പോൾ ഫയൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുറെ കളക്ഷൻ ഓഫ് ഫയൽസ് ആണ്. ഇതൊരു ഗിവൺ സെർവറിൽ ലൊക്കേറ്റ് ചെയ്യുന്നു. ഒരു സെർവർ ഒരുപാട് ഫയൽ ഗ്രൂപ്പുകളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സെർവേഴ്സിന് ഇടക്കായിട്ട് ഈ ഗ്രൂപ്പ്സുകളേക്ക് മൂവ് ചെയ്യാം, സെയിം നെയിംസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. അപ്പോൾ ഒരു ഫയലിന് അത് ഏത് ഗ്രൂപ്പിലാണോ അത് നിൽക്കുന്നത് ആ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുകയില്ല. ഒരു യൂണിക് ഫയൽ സിസ്റ്റം പോലെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഇത് സെവറൽ സെർവേഴ്സിനിടക്ക് ലോഡുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇത് ആദ്യം ക്രിയേറ്റ് ചെയ്തത് കുറച്ച് ഫെസിലിറ്റീസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിരുന്നു. എന്തുള്ള ഫെസിലിറ്റീസ് ആയിരുന്നു? അതായത് ഒരു കമ്പ്യൂട്ടറും റിമൂവബിൾ മീഡിയയിലും ഒക്കെയുള്ള കുറേ കളക്ഷൻ ഓഫ് ഫയൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഫെസിലിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഫയൽ ഗ്രൂപ്പ്സ്. അപ്പോൾ ഒരു ഫയൽ ഗ്രൂപ്പ് ഐഡന്റിഫയറിനെ കണ്ടോ? IP അഡ്രസ്സ്, ഡേറ്റ്. IP അഡ്രസ്സ് 32 ബിറ്റ്സ്, ഡേറ്റ് 16 ബിറ്റ്സ്. ഫയൽ ഗ്രൂപ്പ്സിന് ഗ്ലോബലി യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ് ഉണ്ട്. കാരണം ഇത് സിസ്റ്റത്തിലേക്കും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ പലതരത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലേക്കും ഇത് മൂവ് ചെയ്യുന്നതുകൊണ്ട്, മെർജ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഒരു പുതിയ ഫയൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പം അതിനൊരു യുണീക്ക് ID ഉണ്ട്. അത് ജനറേറ്റ് ചെയ്യാനായിട്ട് ഒരു 32 ബിറ്റ് IP അഡ്രസ്സ് ആണ് ഉപയോഗിക്കുന്നത് ഓഫ് ദ ഹോസ്റ്റ് ക്രിയേറ്റിംഗ് ദ ന്യൂ ഗ്രൂപ്പ്. ഇപ്പോൾ ആരാണോ ആ ഗ്രൂപ്പ് ഓഫ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഹോസ്റ്റിൻ്റെ IP അഡ്രസ്സ്, ഒരു 32 ബിറ്റിൻ്റെ IP അഡ്രസ്സാണ് ഇവിടെ ഉപയോഗിക്കും. മാത്രമല്ല ഒരു 16 ബിറ്റ് ഇൻറ്റിജറും കൂടെ ഉപയോഗിക്കും ഡേറ്റിൽ നിന്ന്, എപ്പോഴാണ് ഇത് ഡെറൈവ് ചെയ്തു എന്ന ബേസിസിൽ. അപ്പം ഈ യുണീക്ക് IDക്ക് മൊത്തം 48 ബിറ്റ് ഇൻറ്റിജറാണ് ഉള്ളത്. അതിൻ്റെ 32 ബിറ്റ് IP അഡ്രസ്സ് കാണിക്കാൻ വേണ്ടി ആരാണോ ആ ഗ്രൂപ്പ് ഓഫ് ഫയലിനെ ക്രിയേറ്റ് ചെയ്തത് അതിൻ്റെ ഹോസ്റ്റിൻ്റെ IP അഡ്രസ്സും എപ്പോഴാണോ ഇത് ക്രിയേറ്റ് ചെയ്തത് ആ ഡേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 60 ബിറ്റിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇൻറ്റിജറിൻ്റെ ഫോമിൽ, 16 ബിറ്റ് ഇൻറ്റിജറിൻ്റെ ഫോമിൽ. അപ്പോൾ അത് എല്ലാം കൂട്ടി 48 ബിറ്റ് ഇൻറ്റിജറിൻ്റെ രൂപത്തിലാണ് നമ്മൾ ആ യുണീക്ക് IDയെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫയൽ ഗ്രൂപ്പിനെ പക്ഷേ ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് IP അഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഫയൽ ഗ്രൂപ്പുകൾ ഒരു സെർവറിൽ നിന്നും മറ്റൊരു സെർവറിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഐഡന്റിഫയേഴ്സും സെർവേഴ്സും തമ്മിൽ മാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫയൽ സർവീസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഫയൽ സർവീസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഗ്രൂപ്പ് ഐഡന്റിഫയേഴ്സും സെർവേഴ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഫയൽ സർവീസിൽ ഫയൽ ഗ്രൂപ്പ് അതെന്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ നിന്ന് പറയുമ്പം ഫയൽ സർവീസിലേക്ക് ലാർജ് ലോജിക്കൽ യൂണിറ്റ്സ് ആയിട്ട് ഫയൽസിനെ അലോക്കേറ്റ് ചെയ്യുന്നു. മാത്രമല്ല ഇത് സർവീസിനെ എനേബിൾ ചെയ്യുന്നു. ഈ ഫയൽസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള, അതായത് സെവറൽ ആയിട്ടുള്ള സർവീസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയൽസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സർവീസുകൾ ഇത് എനേബിൾ ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഫയൽ സിസ്റ്റംസ് ഫയൽ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ UFI റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പം അതിനകത്ത് ഫയൽ ഗ്രൂപ്പ് ഐഡന്റിഫയർ കമ്പോണൻ്റ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഓരോ enabling the client module in each client computer to take responsibility for dispatching request to the server that holds the relevant file group. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓരോ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലെയും ക്ലയൻറ്റ് മോഡ്യൂളിനെ എനേബിൾ ചെയ്യുന്നു. എന്ത് ചെയ്യാനുള്ള? റെസ്പോൺസിബിലിറ്റീസ് ടേക്ക് ചെയ്യാനുള്ള. എന്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്? റിക്വസ്റ്റ് ഡിസ്പാച്ച് ചെയ്യാനുള്ള സെർവറിലേക്ക്. ഈ സെർവറാണ് റിലവൻ്റ് ആയിട്ടുള്ള ഫയൽ ഗ്രൂപ്പിനെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫയൽ സർവീസ് ആർക്കിടെക്ചറിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു.
ഓക്കെ, താങ്ക് യു.